ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അശ്വിനി അൺഫിൽറ്റേഡ്. അപ്പോൾ നമ്മൾ തബ്നെയിലിൽ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഗസ്റ്റ് ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ഡെയിലി വേജ് ടീച്ചർ അല്ലെങ്കിൽ ഗസ്റ്റ് ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് സ്ഥിരം ജോലി ലഭിക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് ഡെയിലി വേജ് ടീച്ചർ അല്ലെങ്കിൽ ഗസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ബിഗിനറായിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസ് നിറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാലും എനിക്ക് BEd കഴിഞ്ഞിട്ട് ഉടനെ ഇറങ്ങിയപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ, പ്രൊസീജിയറിനെ പറ്റിയിട്ടൊന്നും എനിക്ക് വലിയ പിടിയില്ലായിരുന്നു. ഞാൻ പിന്നെ പോയി ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താണ് എനിക്ക് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താണ് ഡെയിലി വേജ് ടീച്ചർ അല്ലെങ്കിൽ ഗവൺമെൻറ് ഗസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്. ഇനി അതേപോലെ അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് സ്കൂളുകളിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്, ആ വേക്കൻസി നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്, ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഷെഡ്യൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്, നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊണ്ടുപോകണം, അന്നത്തെ ദിവസം ഉള്ള നമ്മുടെ മൈൻഡ് സെറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ ഡ്രസ്സിങ്ങിൽ, അതേപോലെ തന്നെ നമ്മുടെ ഫയൽസ് കൊണ്ടുപോകുന്ന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ഇൻ്റർവ്യൂവിന് ശേഷം നമ്മുടെ റിസൾട്ട് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും, പിന്നെ ജോയിനിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കുറേ മെറിറ്റ്സ് ഉണ്ട്, നല്ല കുറേ ഗുണങ്ങൾ ഈ ഒരു ഇതിനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സത്യങ്ങളും പറയണമല്ലോ, ഇതിന് കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്തായാലും ഇത് ബിഗിനറായിട്ടുള്ള ഒരാൾക്ക്, എനിക്കറിയത്തില്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം ഉപകാരപ്രദമാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആസ് എ ബിഗിനർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഒന്നേന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ് ഈ ഡെയിലി വേജ് ടീച്ചർ അല്ലെങ്കിൽ ഗസ്റ്റ് ടീച്ചർ എന്നുള്ളത് എന്ന് നോക്കാം. അതായത് നമ്മുടെ ഈ സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ, അപ്പം അവർ ഇല്ലാത്ത സമയത്ത് താൽക്കാലികമായിട്ട് അവിടെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരാണ് ഈ ഡെയിലി വേജ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവർക്കൊരു മെറ്റേണിറ്റി ലീവ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ 30 ദിവസം അല്ലെങ്കിൽ അതിനോടടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ അവർക്ക് ക്ലാസ്സിന് വരാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ വേണ്ടേ, ടീച്ചേഴ്സ് വേണ്ടേ. അപ്പോൾ ആ ഒരു ടൈമിൽ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികളാണ് ഈ ഗസ്റ്റ് ടീച്ചർ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ റിട്ടയർമെൻ്റ് ആകത്തില്ലേ, അപ്പം സ്ഥിരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ റിട്ടയർ ആകുമ്പോൾ അവിടെ ടീച്ചറിൻ്റെ ഷോർട്ടേജ് വരും. പിന്നെ അതേപോലെ തന്നെ ഇവരെന്തെങ്കിലും ലീവ് എടുക്കുന്നത്, പിന്നെ PSCയുടെ അപ്പോയിൻമെൻറ്റ് വൈകത്തില്ലേ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ ഈ ഡെയിലി വേജ് ടീച്ചറിൻ്റെ ആവശ്യം വരുന്നത്. രണ്ടാമത്തെ കാര്യം ഈ വേക്കൻസി എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്കൂളിൽ ഒരു വേക്കൻസി വന്നാൽ HM അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളാണ് ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ നമ്മുടെ PTA മെമ്പേഴ്സുമായിട്ട് ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ EO ഓഫീസിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് സാങ്ഷൻ ലഭിക്കുന്ന പ്രകാരം ഒരു അഡ്വർടൈസ്മെൻറ്റ്, അതാണ് നമ്മൾ പത്രത്തിലൂടെയൊക്കെ കാണുന്നത്, അധ്യാപക ഒഴിവ്, ഇൻ്റർവ്യൂ ഇന്ന് കണ്ടക്ട് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലുള്ള ടൈറ്റിൽസിൽ നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്. ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ സ്കൂൾ നോട്ടീസ് ബോർഡിൽ, പഞ്ചായത്ത് ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ, പിന്നെ അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഓഫീസിലെ നോട്ടീസ് ബോർഡ്, അങ്ങനെ ഓരോരുത്തടുത്ത് ഇത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ലോക്കൽ ന്യൂസ് പേപ്പറിലൂടെ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ കഴിയും. ഇപ്പം പൊതുവേ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്, ടീച്ചർ റിലേറ്റഡ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പ്സ് നമുക്കറിയാം. അതിലൊന്നാണ് ഏറ്റവും അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്ന ഒരു ചാനലാണ്, നമ്മുടെ വാട്സപ്പിലുള്ള ഒരു ചാനലാണ് AKGTC എന്ന് പറഞ്ഞത്. അത് എനിക്ക് ഭയങ്കര പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ആ ചാനലിലാണെങ്കിൽ അവർ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിടും. ഈ ഡെയിലി വേജസിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ഈ ഒഴിവുകളെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമല്ല അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിൽ ഇപ്പം പുതിയൊരു പദ്ധതി തുടങ്ങി, അങ്ങനെ കേരള ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങനെ സ്കൂളിലേക്കുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്, പിന്നെ അതേപോലെ തന്നെ കുട്ടികളുടെ എക്സാംസിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അതിൻ്റെ വിവരങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്. ആ ചാനൽ ലിങ്കോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ ഈ മാക്സിമം എന്തെങ്കിലും ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം കുറേ വിവരങ്ങൾ നമുക്ക് അതിനകത്തൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ പത്രം നോക്കുക. ആ ഒരു ടൈമൊക്കെ ആകുമ്പം എന്താണ് നമ്മുടെ മെയ് ജൂൺ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പത്രങ്ങൾ നോക്കുക. ഇഷ്ടംപോലെ വേക്കൻസി വരും. അതായത് ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമല്ല എയ്ഡഡ് സ്കൂളുകളിലും അങ്ങനെയുള്ള വേക്കൻസി എല്ലാം വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയാൽ മതി. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ആണ്. ഇപ്പോൾ HSA ഹൈസ്കൂൾ ടീച്ചറിൻ്റെ നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് കൺസേൺ സബ്ജക്റ്റിലുള്ള നമുക്ക് ഡിഗ്രി വേണം. അതേപോലെ തന്നെ B.Ed വേണം. പിന്നെ കേറ്റഡ് കാറ്റഗറി 3 ആണ് നമുക്ക് വേണ്ടത്. ഇത്രയും 3 കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി HSST ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിൻ്റെ ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസേൺ സബ്ജക്റ്റിൽ PG വേണം. പിന്നെ അതേപോലെ തന്നെ B.Ed പിന്നെ സെറ്റാണ് അവിടെ എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ട് വരുന്നത്. സെറ്റാണ് അവിടുത്തെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പം എന്തൊക്കെ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നത് മാത്രമല്ല, നമ്മൾ നമ്മുടെ ജോലിക്ക്, നമ്മൾ ഇഷ്ടമുള്ള ജോലിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം, അതായത് നമ്മൾ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ടും ഒരു ഫയൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉള്ള ഒരു ഫയൽ. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ അന്ന് തലേ ദിവസത്തിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. നോക്കിയേ, ഇതിപ്പോൾ കണ്ടില്ലേ, ഇതെൻ്റെ ഒരു ഫയലാണ്. ഇതിനകത്താണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്ക്, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നമ്മുടെ +2, പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയുടെ കൺസോൾഡേറ്റഡ്, പിന്നെ അതേപോലെ തന്നെ PG കൺസോൾഡേറ്റഡ്, B.Ed ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ അതിൻ്റെ കൺസോൾഡേറ്റഡ്. നമുക്ക് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റിൻ്റെ HSSCയുടെ ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, HSAയുടെ പോയാലും സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാം നമുക്കുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ കേറ്ററ്റ് കാറ്റഗറി 2, കാറ്റഗറി 3 ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ കാറ്റഗറി 3 ആണ് നമുക്ക് HSAയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടത്. അപ്പോൾ അതെടുക്കുക. രണ്ടും ഉള്ളവർ അത് രണ്ടും കൊണ്ടുപോകാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് കൊണ്ടുപോയിരിക്കണം. അതിനെല്ലാം നമുക്ക് മാർഗമുള്ളതാണ്. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഈ ഗവൺമെൻറ് സ്കൂളിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ഒരു കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് കൊണ്ടുപോകണം. പിന്നെ അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പി എടുത്ത് വെക്കണം. നമ്മൾ പോകുന്ന സമയത്ത് ഇവർക്ക് ഇതിൻ്റെ ഈ റിക്വയർമെൻറ്റ്സിൻ്റെ എല്ലാം കോപ്പി കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾക്ക് NCC NSS ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എടുത്തോണം. അതിൻ്റെ ഒറിജിനലും അതേപോലെ തന്നെ കോപ്പിയും കയ്യിൽ കരുതിക്കണം. പിന്നെ എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റാസും നിങ്ങൾ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ആർട്സിൻ്റെയും സ്പോർട്സിൻ്റെയും കാര്യങ്ങളൊക്കെ, ആർട്സിൻ്റെയും സ്പോർട്സിൻ്റെയൊക്കെ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവർ നോക്കുമായിരുന്നു. പക്ഷേ ഈ തവണ ഇൻ്റർവ്യൂവിന് അങ്ങനെയൊന്നും നോക്കിയില്ല, അവർ അതെടുത്തില്ല. അതേസമയം കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകം ഒരു കോളം തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ മാർക്ക് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻസ്, ഇപ്പോൾ PhD അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റേജ് കൂടുതൽ കിട്ടും. പിന്നെ നമ്മൾ അതേ പഞ്ചായത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റേജ് കൂടുതൽ കിട്ടും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നമ്മളിപ്പം ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്. ഇൻ്റർവ്യൂവിന് പോകുമ്പം ആ ലിസ്റ്റിൽ HSAയുടെ ഇൻ്റർവ്യൂ ആണെങ്കിൽ അതിൻ്റെ PSC എക്സാമിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, എന്തായാലും അവർക്കേ കിട്ടത്തുള്ളൂ, വേറെ ആർക്കും അവിടെ കിട്ടാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ റാങ്ക് ലിസ്റ്റിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കേ കിട്ടുള്ളൂ എന്ന്. അത് വെച്ച് നിങ്ങൾ നെഗറ്റീവ് ആവേണ്ട കാര്യമില്ല. കാരണം അതെല്ലാം നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂവിനോടുള്ള ഭയം മാറി കിട്ടത്തുള്ളൂ. നമ്മൾ പോകണം. ഏതൊക്കെ ഇൻ്റർവ്യൂ ആണ് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ എല്ലാ ഇൻ്റർവ്യൂവിലും പങ്കെടുക്കണം. കിട്ടുന്നതോ കിട്ടുന്നില്ലയോ എന്നുള്ളതൊക്കെ പിന്നത്തെ വിഷയമാണ്. അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമേ അല്ല. നമ്മൾ എല്ലാ ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യുക. അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അടുത്തൊരു ഇൻ്റർവ്യൂ, ചിലപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ അതേ ഗുണം ചെയ്ത് കാണത്തില്ല, പക്ഷേ പിന്നീട് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ ഇതിങ്ങനെ പതുക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത്.
പിന്നെ നിങ്ങൾ അതുപോലെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴേ ഒരു റെസ്യൂമേ കൈവയ്ക്കണം കേട്ടോ. ഒരു വൃത്തിയുള്ള ഒരു റെസ്യൂമേ റെഡിയാക്കുക. അതിനകത്ത് അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം വേണം. അങ്ങനെയുള്ള ഒരു റെസ്യൂം നിങ്ങൾ റെഡിയാക്കിയിട്ട് കൊണ്ടുപോവുക. പിന്നെ ഈ ഗവൺമെൻറ് സ്കൂൾ ആവുമ്പം അവിടുന്ന് തന്നെ ഒരു ഫോം തരും. ആ ഫോമിൽ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്കൂളിൽ തരും, ചില സ്കൂളിൽ തരത്തില്ല. അപ്പം എങ്ങനെയായാലും അപ്പം തന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് വേണ്ടേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു റെസ്യൂം കൂടെ കരുതണം. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ ഒരു സംഭവമാണ്. അതിൽ ഇങ്ങനെ എന്താണ് നമ്മുടെ ഇയർ, പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ഇതില്ലേ എന്താണ് മാർക്ക് പെർസെൻറ്റേജ്, അത് നമുക്ക് മിക്കപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്കെല്ലാം നമുക്ക് അപ്പോൾ അവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ നിങ്ങൾ നേരത്തെ പെർസെൻറ്റേജ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത്, കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒന്നെങ്കിൽ ഫോണിൽ നോട്ട്സിൽ വല്ലതും എഴുതിയിടുക. അതായത് ഇയർ, നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരും, നമ്മൾ ഏത് വർഷമാണ് ഇന്നത് പഠിച്ചത്. ചിലപ്പോൾ ചിലർക്ക്, അങ്ങനെ എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ നിങ്ങൾ ഇയർ എന്താണ്, ഇപ്പം ഏത് യൂണിവേഴ്സിറ്റി, ഇയർ, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ്, പിന്നെ എന്താണ് നമ്മുടെ ഈ റോൾ നമ്പർ ഇല്ലേ, ആ നമ്പറും കൂടി ചേർത്തിട്ട് നോട്ട്സിലൊക്കെ ആക്കിയിടുക. നമ്മുടെ ഫോണിലെ തന്നെ അതിലാക്കിയിടുക. അപ്പോൾ നമുക്ക് എവിടെ ഇൻ്റർവ്യൂവിന് പോയാലും അത് പെട്ടെന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അവർ പെട്ടെന്ന് പെർസെൻറ്റേജ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് നോക്കി പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി കൂടെ എടുത്തോളൂ കേട്ടോ. ആധാർ അങ്ങനത്തെ കാര്യങ്ങളും കൂടി ചിലപ്പോൾ ചോദിക്കത്തൊന്നുമില്ല, എങ്കിലും എടുത്തോളൂ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്തായാലും എടുത്തോ. നമ്മളിപ്പോൾ അവർ ബയോഡേറ്റ് തരുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എന്താണ് ഡോക്യുമെന്റ്സിന്റെ കാര്യം. ഇനി മെയിൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ പഠിപ്പിക്കാനാണ് പോകുന്നത് അല്ലേ, ടീച്ചേഴ്സാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നോളജ് അവർ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ ബോർഡിൽ 3 പേരായിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ HM, പിന്നെ അതേപോലെ തന്നെ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട്, പിന്നെ PTA ഒരു മെമ്പറോ ആരെങ്കിലും, അത്രയും 3 പേരാണ്. 3 പേരുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഇൻ്റർവ്യൂ ബോർഡായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പം സബ്ജക്റ്റിന്റെ കാര്യം, ഇപ്പം നമുക്ക് എല്ലാ ടോപ്പിക്സും നമുക്ക് ഓരോന്ന് എടുത്തു വെച്ച് ഇൻ്റർവ്യൂവിന് വേണ്ടി പഠിക്കാനൊന്നും പറ്റത്തില്ല. മോസ്റ്റ് ഈസി ആയിട്ടുള്ള ഒരു വേ എന്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാരത്തോൺ ക്ലാസ്സുകളില്ലേ. ഇപ്പം HSCയുടെ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നിങ്ങൾ 8, 9, 10ന്റെ മാരത്തോൺ ക്ലാസ്സുകൾ കാണുക. നമ്മുടെ സബ്ജക്റ്റ് മാത്രം നമുക്ക് നോക്കിയാൽ പോരെ, എല്ലാം ഒന്നും നോക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മാരത്തോൺ ക്ലാസ് ഒരു 3-4 മണിക്കൂറേ വേണ്ടി വരത്തുള്ളൂ, അതിന് കൂടിപ്പോയാൽ അത് കാണുക. ഇപ്പം HSSTയുടെ ഇൻ്റർവ്യൂവിനാണ് പോകുന്നെങ്കിൽ +1, +2ന്റെ NCERTയുടെ മാരത്തോൺ ക്ലാസ്സുകൾ കാണുക. ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാരത്തോൺ ക്ലാസ്സുകളുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം മാറ്റി വെക്കാനില്ലേ? വേണം, അത് ഉറപ്പായിട്ട് നമ്മൾ മാറ്റി വെക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു നമുക്ക് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനകത്ത് നോ കോംപ്രമൈസ്. അത് നിങ്ങളിപ്പം നമ്മൾ പെട്ടെന്ന് എല്ലാം നമ്മൾ പഠിച്ചു, അത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കണമല്ലോ. അങ്ങനെയുള്ള രീതിയിലൊന്നും നിങ്ങൾ ചെയ്യരുത്. പതുക്കെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ മതി. മിക്കവാറും ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ അവർ ചോദിക്കുന്നത് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഇംഗ്ലീഷിലോ മലയാളത്തിലോ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറയുക. അതിൻ്റെ വേണമെങ്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സെൽഫ് ഇൻട്രോ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. പിന്നില്ലേ, നിങ്ങൾ ഈ ഇൻ്റർവ്യൂ എന്ന് കേട്ടിട്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. ഇതങ്ങനെ PSC പോലെ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ടഫ് ഇൻ്റർവ്യൂ പോലെയുള്ള ഇൻ്റർവ്യൂ ഒന്നും അല്ല. അവർക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? നിങ്ങൾക്ക് ഒരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുമോ? നിങ്ങൾ പഠിച്ചിട്ടുള്ള വിഷയം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അറിയുമോ? ഇത്രയും കാര്യങ്ങളൊക്കെ അവർക്ക് അറിഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് നോളജ്, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ചെറുതായിട്ട്, ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. അതവർ ചോദിക്കും, അത് നമ്മൾ പറയുന്നു. അതിനെ ഒരു വലിയ പ്രശ്നമായിട്ട് കാണണ്ട. റിലാക്സ്ഡ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നമ്മൾ എന്തായാലും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. പേടിച്ചാലും നമ്മൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, പേടിച്ചില്ലേലും നമ്മൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ പിന്നെ പേടിക്കാതെ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൂടെ? അതത്രേ ഉള്ളൂ. നമ്മുടെ മൈൻഡ് പവർ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അതിനകത്ത് അത് വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ അവിടെ പോയിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളെ പഠിപ്പിച്ചവർ കാണും.
അല്ലേ? നമ്മുടെ ടീച്ചേഴ്സിനെ വരെ നമുക്ക് കാണാൻ പറ്റും. ഈ ട്യൂഷൻ സെൻറ്ററിലൊക്കെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവമുണ്ട്. നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നും, നമ്മുടെ ഒരു റിഫ്ലക്ഷൻ ആണോ ഇനി പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കൊന്നും വേണ്ട. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാം. അപ്പം ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് വരുന്നത്, ഒത്തിരി അറിവുള്ള ടീച്ചേഴ്സാണ്. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എല്ലാവരും ബിഗിനേഴ്സ് ആയിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും പേടിക്കേണ്ട. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് പറയാം. അത് എൻജോയ് ചെയ്ത് തന്നെ പോവുക. ഇപ്പോൾ ഞാനിങ്ങനെ പറയുന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്റർവ്യൂവിൻ്റെ സമയത്ത് പേടിയില്ലെന്നല്ല, ഉണ്ട്. പക്ഷെ അതല്ല അവിടെ കൂടുതൽ നമുക്ക് ആ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കേണ്ടത് ആ കാര്യങ്ങളല്ല, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ്. ഇങ്ങനെ പല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വസ്ത്രം ധരിക്കുമ്പോഴത്തേക്ക് നീറ്റ് ആയിട്ടുള്ള ഏത് വസ്ത്രമാണോ നിങ്ങൾ ധരിക്കുന്നത്. ഇപ്പം സാരി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ധരിക്കാം, സാരി ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മോഡസ്റ്റ് ആയിട്ടുള്ള ഏത് വസ്ത്രം ധരിച്ചാലും മതി. ചുരിദാർ സേഫ് ആണ്, ഒരു കുഴപ്പമില്ല. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ധരിക്കാം, ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ധരിക്കുന്ന വസ്ത്രം നീറ്റ് ആയിരിക്കണം. നമുക്കറിയാം നമ്മൾ ടീച്ചേഴ്സാണ്, അപ്പോൾ അതിൻ്റെ ഒരു നീറ്റ്നെസ് കാണിക്കുക. നല്ല വൃത്തിയായിട്ട് അയൺ ചെയ്തൊക്കെ തന്നെ പോവുക. അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയെ കാണിക്കുന്ന ഒരു കാര്യങ്ങളാണ് അതൊക്കെ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ആദ്യമേ നമ്മളെ കാണുന്നത് ഒരാൾ നമ്മളുടെ അപ്പിയറൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അത് കുളവാക്കാതിരിക്കുക. അത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യാം. പിന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലസന്റ് സ്മൈൽ എന്തായാലും എപ്പോഴും വേണം. ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്യുക, പൊളൈറ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്റർവ്യൂവിന്റെ ടൈം. പിന്നെ ഇത്രയൊക്കെ തന്നെ ചെയ്യുമ്പോൾ, അതായത് സബ്ജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, മാരത്തോൺ ക്ലാസ്സുകൾ കാണുക, അത് കാണുക, നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. ഇത്രയും ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയോ ചെയ്തെന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ് വരും. അത് മതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. പിന്നെ അവിടെ കാണുമ്പം ഓരോരുത്തർ പറയും ഇത് കിട്ടത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പാടായിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും, അവരിങ്ങനെ ആയിരിക്കും. ഓരോ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവരുടെ മുഖം കാണുന്നത്. ഇതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, ഇതിനെ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ് വന്നത്. നിങ്ങൾക്ക് അവനവനൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ഇത്രയും പഠിച്ചതാണ്, എന്തായാലും ഇതിനപ്പുറം ഒന്നും ചോദിക്കാൻ പോകുന്നില്ലല്ലോ. നമ്മൾ പഠിച്ചതുണ്ടല്ലോ, നമ്മൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, BEd കഴിഞ്ഞു, സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ക്ലിയർ ചെയ്തു, കേറ്ററ്റ് ക്ലിയർ ചെയ്തു, ഇതെല്ലാം ക്ലിയർ ചെയ്ത ആൾക്കാരാണ് നമ്മൾ. എന്നിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് അങ്ങനെ പേടിക്കേണ്ട പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഇത്രയാണ് അന്നത്തെ മൈൻഡ് സെറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ പങ്ക്ച്വൽ ആയിട്ട് തന്നെ പോവുക. നമ്മളെ ഈ ഇന്റർവ്യൂ പറയുന്ന സമയത്ത് ഇപ്പൊ 10:30 ആണെന്നുണ്ടെങ്കിൽ 10 മണിക്ക് തന്നെ നിങ്ങൾ അവിടെ എത്താൻ നോക്കുക. കോപ്പിയൊക്കെ എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ ഫയല് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വേണം പോവാൻ. കോപ്പിയൊന്നും അവിടെ ചെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട. കാരണം ചിലപ്പോഴാണെങ്കിൽ ആ ഭാഗത്തൊന്നും കടകളൊന്നും കാണത്തില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ഓടേണ്ടി വരും, കോപ്പി എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. അതിന്റെ ഒന്നും ആവശ്യമില്ല, ആദ്യമേ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് അന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കയറി ചെല്ലുമ്പോഴത്തേക്ക് നോക്ക് ചെയ്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അനുവാദം ചോദിച്ചിട്ടോ കയറുക. ഇരിക്കുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കുക. ഗ്രീറ്റ് ചെയ്യുക. തുടക്കം ഗുഡ് മോർണിംഗ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീറ്റിംഗ്സ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ താങ്ക് യു പറഞ്ഞിട്ട് പോവുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പ്ലസന്റ് ആയിട്ട് തന്നെ ഇത് ചെയ്യുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അറിയത്തില്ലെന്ന് തന്നെ പറഞ്ഞാൽ മതി, ഒരു പ്രശ്നവുമില്ല. അങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെയാണ് ഇന്റർവ്യൂവിന്റെ ടൈമിലുള്ള കാര്യം. പിന്നില്ലേ, ഇന്റർവ്യൂ ടൈമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ സെൽഫ് ഇൻട്രൊഡക്ഷൻ, പിന്നെ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. പുതിയ ഇന്നോവേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ ഇൻവെൻഷൻസ് ഉണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡെമോ ക്ലാസ് നിങ്ങൾ എങ്ങനെ പോയാലും ഒരു ഡെമോ ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ BEdന്റെ കമ്മീഷന്റെ സമയത്ത് ഒരെണ്ണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതങ്ങ് ബ്രഷപ്പ് ചെയ്തിട്ട് പോയാൽ മതി. ഒരു ഡെമോ ക്ലാസ് ചിലപ്പം അവർക്ക് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ഒരു ക്ലാസ് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും പറയും. അപ്പം പതറണ്ട,
അപ്പം നമ്മൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് അവതരിപ്പിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ ഒരു ടെക്സ്റ്റിലെ ഏതെങ്കിലും ഒരു പോർഷൻസ് തരും, ആ സാധനം ക്ലാസ് എടുത്ത് എടുക്കുക. നമ്മൾ ഇതെങ്ങനെല്ലാം പഠിപ്പിച്ചവരാണ്. ഞാൻ ബിഗിനേഴ്സിനോടാണേ പറയുന്നത്. നമ്മളിതെല്ലാം ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോഴും ഒക്കെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഡെമോ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബോർഡ് യൂസ് ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ബോർഡ് യൂസ് ചെയ്തിട്ട് തുടയ്ക്കണം. ഓക്കെ, അത് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. പിന്നെ വേറെ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ബയോളജി ടേംസ് എൻ്റെ അടുത്ത് ഒരു വട്ടം ചോദിച്ചതാണ്. ചില ബയോളജി ടേംസ് കൺഫ്യൂസിങ് ആണല്ലോ, അല്ലെങ്കിൽ ബയോളജി ടേംസ് പഠിക്കാൻ ഇതായിരിക്കുമല്ലോ, അപ്പം എങ്ങനെ അത് കുട്ടികൾക്ക് പഠിപ്പിക്കും, അതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, അങ്ങനെയുള്ള അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു കുട്ടി എന്തെങ്കിലും പുകയിലയോ അങ്ങനെ എന്തെങ്കിലും മീൻസ് കള്ള് അങ്ങനത്തെ എന്തോ ഒരു ഇങ്ങനെ ഉപയോഗിച്ചിട്ട് വന്ന് ക്ലാസ്സിലിരിക്കുന്നു, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ് റൂമിൽ ഉണ്ടാവുന്ന ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അവർ ചിലപ്പോൾ അങ്ങ് എക്സ്ട്രീം ഇതായിട്ടുള്ളതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കാരണം നമ്മളപ്പോൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ പോസിറ്റീവായിട്ട് തന്നെ അതിനൊക്കെയുള്ള മറുപടി കൊടുക്കുക. ഇനിയുള്ളത് നമ്മൾ ഇതിൽ സെലക്ട് ആയോ ഇല്ലയോ എന്നുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഇന്റർവ്യൂവിന് ശേഷം ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അതുമൊക്കെ നമ്മൾ എഴുതുക. അത് എഴുതിയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ ഇങ്ങനെ കോള് പ്രതീക്ഷിച്ചിരിക്കണം. അതായത് ഇത് സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ സെയിം ഡേ തന്നെ അവർ കോൾ ചെയ്യും, ഫോണിലൂടെയാണ് അറിയിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം 2 ദിവസത്തിനുള്ളിൽ കോള് വിളിക്കും. 2 ദിവസത്തിനുള്ളിൽ കോള് വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്റ്റഡ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കൺഫ്യൂഷൻ, നിങ്ങൾക്ക് ഇത് ഉറപ്പില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിലെ നമ്പർ ഉണ്ടല്ലോ, സ്കൂളിൽ വിളിച്ചു ചോദിക്കുക, റിസൾട്ട് വന്നോ, അതിൻ്റെ ലിസ്റ്റ് ഇട്ടോ എന്നൊക്കെ, സെലക്ഷൻ ലിസ്റ്റ് ഇട്ടോ എന്നൊക്കെ ചോദിച്ചാൽ മതി. അപ്പോൾ അവർ ആളെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയും. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെന്തോ വലിയൊരു ആ സ്കൂളിലോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കുട്ടി കുട്ടി ചവിട്ടുപടികളായിട്ട് ഇതിനെ കണ്ടാൽ മതി. അതിൻ്റെ എക്സ്പീരിയൻസിനെ എടുത്താൽ മതി. ഓക്കെ, പിന്നെ ഇനി റിസൾട്ടിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെറിറ്റ്സിനെ പറ്റി ഞാൻ പറയാം. മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ഒക്കെ ടൈമിൽ അവർക്കറിയാം, സ്കൂളിലുള്ള ടീച്ചേഴ്സിന് അറിയാം നമ്മൾ ട്രെയിനി ടീച്ചേഴ്സാണ്. അപ്പം അതിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റിയെ നമുക്ക് തരത്തുള്ളൂ. പക്ഷേ നമ്മളിപ്പം ടീച്ചറായിട്ടാണ് അവിടെ പോകുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു കസേര കിട്ടും, നമ്മൾ അതിലിരിക്കും, നമുക്കൊരു ടേബിൾ ഉണ്ടാവും, നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളെല്ലാത്തിലും നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ടത് വരും. അപ്പോൾ നമുക്ക് ഒത്തിരി ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിലും, അതായത് പെർമനന്റ് ടീച്ചേഴ്സിന്റെ അത്രയും നമുക്ക് ഇൻവോൾവ്മെന്റ് എങ്കിലും നമ്മൾ അതേ സെയിം തന്നെയാണ് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ. അതായത് ഓരോ സ്കൂളുകാരും അവിടുത്തെ ടീച്ചേഴ്സിന്റെയും ഇതുപോലെ ഇരിക്കും കേട്ടോ. ചില സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം കാണത്തില്ല, ചില സ്കൂളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിഷയം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഏത് സ്കൂളിലാണോ നമ്മൾ കയറുന്നത് അവിടുത്തെ ആൾക്കാരെ ടീച്ചേഴ്സിനെയൊക്കെ നമ്മളൊന്ന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ പോവുക. അതാണ്. പിന്നെന്താണ്, നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ. കുറേ നമുക്ക് കണക്ഷൻസ് കിട്ടും. കുറേ ടീച്ചേഴ്സിനെ നമ്മൾ പരിചയപ്പെടും. അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് ഇത്രയും, ചിലപ്പോൾ അവരൊക്കെ ഓരോ വേറെ ഏതെങ്കിലും ജോലിക്കൊക്കെ ചെയ്തിട്ടായിരിക്കും അവരിപ്പം ഫൈനലി ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ ആ എക്സ്പീരിയൻസ് കേൾക്കുന്നതിലൂടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതാണ് അതിലുള്ള കാര്യം. പിന്നെ നമ്മളിപ്പം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതും ഒരു വലിയ കാര്യമാണ്. പിന്നെ സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സാലറിയാണ് കേട്ടോ. നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സാലറിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നമുക്കൊരു സ്കൂള് എങ്ങനെയാണ്, ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് പിടികിട്ടും. അതായത് ഓരോ ക്ലാസ്സും ഓരോ സൊസൈറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഓരോ രീതിയിൽ അവരുടെ നമുക്കറിയാലോ, നമ്മൾ ബി.എഡിൻ്റെ സമയത്ത് പഠിച്ചിട്ടുണ്ട് ഓരോ ഏജ് ഗ്രൂപ്പും കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്കത്
റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങൾ. നമ്മൾ തിയററ്റിക്കലായിട്ട് പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ശരിയാണ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇഷ്ടം പോലെ ഈ കലോത്സവത്തിൽ നമ്മൾ ചിലപ്പോൾ കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. വിമുക്തി ക്ലബ്ബ്, ആ ക്ലബ്ബ്, ഈ ക്ലബ്ബ്, അതിൻ്റെയൊക്കെ ഹെഡായിട്ട് നമ്മൾ വരും. അപ്പം അങ്ങനെ നമുക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടും. അപ്പം നൈസാണ്, നല്ലതാണ്. നമുക്ക് കുറേ ടീച്ചേഴ്സ്, ഞാൻ ചിറ്റാർ സ്കൂളിലായിരുന്നു പഠിപ്പിച്ചത്. എനിക്ക് ആകെ കുറച്ച് സമയം എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷേ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ടീച്ചിങ് എന്നുള്ള ഒരു ജോലി എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു റിയൽ ലൈഫിൽ ഒന്നും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെൻ്റെ ഫീൽഡാണെന്ന് ഞാൻ അവിടെ വെച്ച് ഉറപ്പിച്ചു. ഇനി വേറൊന്നുമില്ല, ഇതാണ് ഫീൽഡ് എന്ന് ഉള്ള കാര്യം അവിടെ വെച്ച് ഉറപ്പിച്ചു. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, ഇപ്പം ട്യൂഷൻ എടുക്കാതെ അല്ലാതെ നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം യു പിയിലാവുമ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കണം. യു പിയിൽ പഠിപ്പിക്കുന്നതിന് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ജനറൽ PSC ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ടീച്ചിങ് റിലേറ്റഡ് PSC എഴുതാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. പല ക്ലാസ്സിൻ്റെ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ സബ്ജക്റ്റ് നോളജ് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പം അതും ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ നമുക്ക് കുറച്ച് ടൈമൊക്കെ കിട്ടും കേട്ടോ. ഇപ്പം പ്രൈവറ്റ് സ്കൂളിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം വീട്ടിൽ വന്നിട്ട് വലിയ പ്രയാസമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഈ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട് വന്നു കഴിഞ്ഞിട്ടും പിന്നെയും കുറേ അവർക്ക് വർക്ക് ലോഡ് ഉണ്ടെന്ന്. ഇത് നമുക്ക് സ്കൂളിലുള്ള വർക്ക് ലോഡ് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് നമ്മൾ ചെയ്യണമല്ലോ, അത് നമ്മൾ ആ ഒരു ടൈമിൽ അങ്ങ് ചെയ്തു പോകും. അത്രയൊക്കെ ഉള്ളൂ. കുറച്ച് സത്യങ്ങൾ പറയാം, അതായത് കുറച്ച് ഡീമെറിറ്റ്സ്. നമ്മുടെ ഈ ജോലിയുടെ നമുക്ക് സെക്യൂരിറ്റി ഇല്ല. അതായത് നമ്മൾ എപ്പം നമ്മളുടെ അടുത്ത് പോകാൻ പറഞ്ഞാലും നമ്മൾ പോകാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കുട്ടികളുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത് വരുമായിരിക്കും. നമ്മൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത് വരുമായിരിക്കും. അതൊക്കെ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമം ഉണ്ടാവും. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പം ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അതായത് ടീച്ചർ വന്ന് ജോയിൻ ചെയ്തു. ഇതുപോലെ നല്ല ആഗ്രഹമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടീച്ചറായിരുന്നു. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അടുത്ത ആൾ വന്നു. മനസ്സിലായോ? അപ്പം ഞങ്ങളെല്ലാം ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പക്ഷെ എന്തോ ചെയ്യാനാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മൾ നാളെ ഇറങ്ങുമോ എന്തോന്നൊന്നും നമുക്കറിയത്തില്ല. അതൊരു വല്ലാത്തൊരു ഡീമെറിറ്റാണ്. പിന്നെ കുട്ടികളുമായിട്ടൊരു ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളവിടെ നമ്മുടെ ഒരു കംഫർട്ട് സോണായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് മാറേണ്ടി വരും. അതൊക്കെയാണ് അവിടുത്തെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് കൂടുതലും മെറിറ്റായിട്ടാണ് തോന്നിയിട്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു ജൂൺ മാസത്തിൽ നമ്മൾ കയറിയെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലപ്പോൾ മെയ്യിൽ നമ്മൾ അറിഞ്ഞു, അല്ലെങ്കിൽ ജൂണിലൊക്കെ നമ്മൾ കയറിയെന്ന് വിചാരിച്ചു. അപ്പം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരെയൊക്കെ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും സ്കൂളിൽ കയറാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ നമ്മുടെ ഒരു വർഷം അങ്ങ് പോയി കിട്ടും. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു പ്രശ്നവും കൂടി ഇതിനകത്ത് ഉണ്ട്. ആ ഒരു കാര്യമാണ്. പക്ഷെ അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ PSCയുടെ എക്സാം ഒക്കെ അടുത്തിരിക്കുക. നമുക്കിപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ലീവൊന്നും ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. അതിനുള്ള സമയം ചിലപ്പോൾ കണ്ടെത്തേണ്ടിയായിട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ടൈം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അടുത്താണ് PSC എക്സാം എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തവണ സ്പേസ് ഫുള്ളായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഇപ്പോൾ കൺഫ്യൂഷനാണ്, ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞില്ല, എന്തൊക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തോ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇനി ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്തോ ഞാൻ എന്തെങ്കിലും ചെയ്യാം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും, അത്യാവശ്യം ബിഗിനേഴ്സിനൊക്കെ ഇത് ഉപകാരപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുമ്പോഴേക്കും ഓക്കെ, ബൈ ബൈ, സീ യു.